എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളെല്ലാവരും വളരെയധികം വിഷമത്തോടെ കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്തയായിരുന്നു പാലക്കാട് സെന്റ് ഡൊമിനിക് സ്കൂളിൽ നടന്ന സംഭവം. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലൊക്കെ ആയി പോകുന്നത്? നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് എല്ലാ മാതാപിതാക്കളും കുട്ടികളെ CBSE സ്കൂളുകളിലേക്ക് പഠിപ്പിക്കാനാണ് കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നാളെ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുവാനും മിക്ക പേരൻസും കുട്ടികളോട് പറയുന്നത് നിങ്ങൾ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരോട് മുൻകൂട്ടി പറയാറുമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്കൂളുകളിൽ ചെല്ലുമ്പോഴേക്കും കുട്ടികൾക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നു. പ്രത്യേകിച്ച് CBSE സ്കൂളുകളിൽ നമ്മൾ ഇങ്ങനത്തെ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ അവിടെ ഒരുപാട് പോർഷൻസ് കുട്ടികൾക്ക് പഠിക്കേണ്ടതായി വരുന്നുണ്ട്. അപ്പം എല്ലാ കുട്ടികളുടെയും ബുദ്ധി വികാസം എന്ന് പറയുന്നത് ഒരുപോലെയല്ല. ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഉണ്ടെങ്കിൽ 40 പേരുടെയും ബുദ്ധി പ്രവർത്തിക്കുന്നത് 40 വിധത്തിലാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടും, ചില കുട്ടികൾക്ക് പതുക്കെ പിടികിട്ടത്തുള്ളൂ. അതുപോലെ ഒരുപാട് കുട്ടികളെ ഇന്ന് പുറത്തുപോയി ട്യൂഷൻ പഠിച്ച് നേരത്തെ എല്ലാം പഠിച്ചുകൊണ്ട് ക്ലാസ്സിൽ വരും. അപ്പോൾ ആ കുട്ടികൾക്ക് അവിടെ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ചില കുട്ടികൾക്ക് അത് സ്ലോയിലാണ് അവരത് ക്യാച്ച് ചെയ്തെടുക്കുന്നത്. അതിന്റെ ഫലമായിട്ട് അവർക്ക് എക്സാം വരുമ്പോഴത്തേക്കിനും എല്ലാ ആൻസർ ഒന്നും എഴുതാൻ പറ്റാതെ അവർ വളരെ പുറകോട്ട് പോകും. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ഒരു 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ നമ്മൾ തീർച്ചയായിട്ടും സ്കൂളുകാർ കുട്ടികളെ വീക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ, അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മാതാപിതാക്കന്മാരുടെ താല്പര്യപ്രകാരം ഒരുപക്ഷെ CBSE സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അവിടെ വെച്ച് കുട്ടിക്ക് ആ സിലബസ് പഠിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ, അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ഒരു ടെസ്റ്റ് നടത്തിയ ശേഷം മാത്രമേ കുട്ടികളെ CBSEയിലേക്ക് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ കുട്ടികൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ മാതാപിതാക്കളും ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എൻ്റെ മോൾക്ക് ഈ സിലബസ് പഠിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, അവൾ പഠിച്ചെടുക്കുമോ എന്നൊക്കെ നമ്മളും ഒരു പരിധി വരെ ചിന്തിക്കുക. അല്ലാതെ നമ്മൾ കുട്ടിയെ കൊണ്ടുപോയി വളരെ സ്ട്രെസ് സിറ്റുവേഷനിൽ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ആ സ്കൂളിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുക എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്കൊക്കെ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ 9-ാം ക്ലാസ് ഒക്കെ ആവുമ്പോഴേക്കും കുട്ടികൾ കൂടുതലായിട്ട് ഒരുപാട് പോർഷൻസ് പഠിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അപ്പോൾ അന്നേരം 10-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ CBSE സ്കൂളുകാരുടെ ഒരു ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രധാനമായിട്ടും പേരെടുക്കണം. എല്ലാ കുട്ടികളും 100% റിസൾട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്കൂളിന്റെ പേര് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവർ കുട്ടികളെ മാക്സിമം മാനസിക സമ്മർദ്ദത്തിലാക്കുകയും അതിനനുസരിച്ച് കുട്ടികൾ ഇതെല്ലാം ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക ഓരോ നിമിഷവും. പല കുട്ടികൾക്കും ഇന്ന് തുറന്നു പറയാൻ വേണ്ടി ഒരു സംവിധാനവും ഇല്ല. എല്ലാവരും പറയും ഇന്ന് ഒരുപാട് മേഖലകളുണ്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. കുട്ടികൾ പല കാര്യങ്ങളും പേരൻസിനോടും പറയത്തില്ല, ടീച്ചേഴ്സിനോടും പറയാതിരിക്കും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മിക്ക കുട്ടികളുടെയും പേരൻസ് ജോലി ചെയ്യുന്നവരാണ്. അവർ ബിസി ആയിട്ട് അങ്ങ് പോവുക ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ കുട്ടികൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു സംവിധാനം അവിടെ ഇല്ലാതാകുകയാണ്. സ്കൂളിൽ ചെന്ന് എന്തുമാത്രം കുട്ടികൾ പറയും. അപ്പൊ സ്വയം തലയിൽ ഒരുപാട് ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് കുട്ടികൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹഡിൽസ് ആക്കാതെ അവർക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് CBSE സിലബസ് മാത്രമല്ല സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിക്കാവുന്നതാണ്. ഏത് സ്കൂളിൽ പഠിച്ചാലും നമ്മുടെ കുട്ടിയുടെ കേപ്പബിലിറ്റി അനുസരിച്ച് വേണം നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുവാൻ. അല്ലാതെ പേരൻസിന് ഇഷ്ടപ്രകാരം ഓരോ കുട്ടികളെ എൻ്റെ കുട്ടി ഇന്നത് പഠിക്കട്ടെ, എൻ്റെ കുട്ടി ഡോക്ടർ ആകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, IAS ആകട്ടെ എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കന്മാരാണ് ഇന്ന് 90% ഉള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ലാസ്റ്റ് വരുമ്പോഴേക്കും ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ ഈ സ്കൂളുകാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുട്ടികളെ വിജയിപ്പിച്ചു വിടും. റീടെസ്റ്റ് ഒക്കെ നടത്തി അവരെ അങ്ങ് ജയിപ്പിക്കുക. അപ്പോൾ അവർ കയറിപ്പോവും. ലാസ്റ്റ് 9-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അവർ വെള്ളം കുടിക്കുന്ന പരുവായി മാറും. അപ്പോൾ അവർക്ക് മാർക്കൊക്കെ പൊതുവെ കുറഞ്ഞു പോകും. പിന്നെ ഇങ്ങനെ CBSE സ്കൂളുകാർക്ക് ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുട്ടികളെ ഇച്ചിരി വീക്കാന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ കുട്ടികളെ പറഞ്ഞു വിടാൻ ശ്രമിക്കണം. അല്ലാതെ അവിടെ റീടെസ്റ്റ് നടത്തി പിന്നെയും ഓരോ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും തോറും ആ കുട്ടിയാണ് അവിടെ ബുദ്ധിമുട്ടുകൾ മൊത്തം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുവാൻ സ്കൂളുകാരും എല്ലാവരും നമ്മുടെ പേരൻസ് പ്രത്യേകിച്ച് കുട്ടികളെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ CBSE സ്കൂളുകളിലുള്ള എല്ലാ അധ്യാപകരോടും പറയുകയാണ് ഒരു കുട്ടിയുടെ കേപ്പബിലിറ്റി അനുസരിച്ച് മാത്രമേ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. വരുന്ന എല്ലാ കുട്ടികളെയും നിങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം എല്ലാ കുട്ടികൾക്കും അത് പഠിച്ചെടുക്കാനുള്ള ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് നിങ്ങൾ 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ കുട്ടികളെ ഒന്നും ശരിയായ രീതിയിൽ വാച്ച് ചെയ്ത ശേഷം അവർക്ക് ഈ സ്കൂളിൽ അവൻ ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ, അവർക്ക് ഇതെല്ലാം ഈ ഭാരം വഹിക്കാൻ ആ കുട്ടിയെ കൊണ്ട് പറ്റുമോ എന്ന് അധ്യാപകരെ എല്ലാ വിഷയത്തിന്റെയും അധ്യാപകരൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അതിനുശേഷം കുട്ടികളോട് പറയാം, പേരൻസിനെ വിളിച്ചിട്ട് പറയാം, ഇവർക്ക് ഈ സിലബസ് പറ്റത്തില്ല, അല്ലെ ഇവൻ ഈ സിലബസ് പറ്റാത്തതുകൊണ്ട് നിങ്ങൾ വേറെ
ചെറിയ സ്കൂളുകളിലേക്ക് എസ് ഐ സിലബസിലേക്കും ഒക്കെ മാറാൻ പറയുന്നത് വളരെ അഭികാമ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ലാസ്റ്റ് വന്ന് കുട്ടികൾക്ക് തീരെ വയ്യാതെ വന്ന് അവർ മാനസിക സമ്മർദ്ദത്തിൽ അടിപ്പെടും. അതുപോലെ തന്നെ CBSE സ്കൂളുകളിലൊക്കെ എപ്പോഴും കുട്ടികൾക്ക് പഠിത്തം മാത്രമേ ഉള്ളൂ, പുസ്തക പഠനം മാത്രമാണ് അവിടെ ലക്ഷ്യം. അല്ലാതെ അവിടെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാംസോ അല്ലെ കുട്ടികൾ ഒരുപാട് സ്പോർട്സോ ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് മിക്ക കുട്ടികൾക്കും അതൊരു വലിയ തലവേദനയായി മാറുകയാണ്. ഇവിടെ ഒരേ ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, പഠിക്കുക പഠിക്കുക പഠിക്കുക. അത് അവർക്ക് ചില സമയത്ത് ഭയങ്കര ബോറിംഗ് ആയി തോന്നാം, അവർക്ക് മറ്റുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടാതിരിക്കാം. അപ്പൊ കുട്ടികൾ ഒരു പാവക്കുട്ടിയെ പോലെ ഇങ്ങനെ വളർന്നു കയറി ലാസ്റ്റ് 10ാം ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാ വർഷത്തിനും A1 മേടിക്കുന്നതായിട്ട് കാണുകയും ചെയ്യും. അങ്ങനെയുള്ള കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. സ്റ്റേറ്റ് സിലബസിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവിടെ അധികം കുറെ ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് അത് വീട്ടിലായാലും നമ്മൾ പോകുന്ന ഏത് സിറ്റുവേഷൻസിലാന്ന് പറഞ്ഞാലും നമ്മൾ കുറെ കാര്യങ്ങളിലൂടെ കടന്ന് പോകുമ്പോൾ മാത്രമേ നമുക്ക് പല ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ CBSE സിലബസിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്കവരും തന്നെ വീട്ടിൽ പൈസയുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കാതെ വരുമ്പോൾ ആ കുട്ടികൾക്ക് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അത് താങ്ങാൻ പറ്റാതെ വരികയാണ്. കുട്ടികൾക്ക് പ്രധാനമായിട്ടും നമ്മുടെ സ്കൂളുകളിൽ കൗൺസിലിംഗ് കൊടുക്കണം. കുട്ടികൾക്ക് ക്ഷമ എന്താണെന്നും എങ്ങനെയാണ് കുട്ടികൾ പഠിക്കേണ്ട രീതി തന്നെ മാറ്റപ്പെടണം. കുട്ടികളെ സ്കൂളുകളിൽ നന്നായിട്ട് മനസ്സിലാക്കി പഠിപ്പിക്കണം. അവർക്ക് ഹോംവർക്ക് അധികം കൊടുക്കാതെ അവർ സ്കൂളുകളിൽ വെച്ച് തന്നെ എല്ലാ പോർഷൻസും അവർക്ക് കണക്കായാലും സയൻസ് ആണെന്ന് പറഞ്ഞാലും ഏത് വിഷയമാണെന്ന് പറഞ്ഞാലും അവർക്ക് അവിടെ വെച്ച് എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് മനസ്സിലായോ എന്നൊരു അനാലിസിസ് എല്ലാ സ്കൂളുകളിലും നടത്തണം. ഇനി അങ്ങനെ മനസ്സിലാകാത്ത കുട്ടികൾക്ക് പ്രത്യേക കോച്ചിങ് നൽകിയ ശേഷം അവിടെ അവർക്ക് പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്കൂൾ മാറാനുള്ള പരിപാടി എത്രയും പെട്ടെന്ന് അധ്യാപകർ പേരൻസിനെ അറിയിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യുന്നത് വഴി കുറച്ചു പേർക്ക് ഇപ്പൊ എല്ലാവരും ഒന്നും ഡോക്ടറാവോ എഞ്ചിനീയർ ആവോ ചെയ്യത്തില്ല. അപ്പൊ ആ കുട്ടിയുടെ കഴിവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ആ കഴിവ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റുകയും ചെയ്യും. CBSE സ്കൂളിലേക്ക് പോയി കഴിയുമ്പോൾ മിക്ക കുട്ടികളുടെയും യഥാർത്ഥ കഴിവുകൾ പുറത്തോട്ട് വരില്ല. അവിടെ പഠനം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എഞ്ചിനീയർ അല്ല ഡോക്ടർ. അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോയിട്ട് മറ്റ് ആർട്ട്പരമായ കഴിവുകളോ സ്പോർട്സ് പരമായ കഴിവുകളോ ഇതൊന്നും പുറത്തോട്ട് കൊണ്ടുവരാൻ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാ പേരൻസും അധ്യാപകരും മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുപാട് ബിസിനസ് മേഖല കച്ചവടമായി മാറ്റിയേക്കുവാണ്. കുട്ടികൾ രാവിലെ 7:30 മണി തൊട്ട് ഏകദേശം ഒരു 3:30 വരെ സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ വന്ന് വളരെ ചുരുക്ക സമയം മാത്രമേ പേരൻസിനോട് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം മിക്ക പേരൻസും ജോലിക്ക് പോയിട്ട് വരുന്നു, തിരക്കാവുന്നു, വീട്ടിലെ പണി ചെയ്യുന്നു. അപ്പോൾ കുട്ടികളോട് സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം മൊത്തം സ്കൂളിലാണ് അവിടെ വെച്ച് അവർക്ക് ഉണ്ടാകുന്നത്. അത് മാറ്റിയിട്ട് കുട്ടികൾക്ക് റിലാക്സേഷൻ ഉണ്ടാകാനുള്ള അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചു കൊടുക്കണം. പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പോർഷൻസ് ഉണ്ട്. എല്ലാ കുട്ടികൾക്കും ഇത്രയും പോർഷൻസ് ഒന്നും ഇത്രയും കവറപ്പ് ചെയ്ത് പഠിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ആർക്കൊക്കെ ഇത് എലിജിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നോ അവരെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ബാക്കി കുട്ടികളെ നിങ്ങൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു വിടുന്നത് തന്നെ അവരോട് പേരൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഈ കുട്ടിക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാ കുട്ടികൾക്കും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ആ കുട്ടിക്ക് വേറെ കഴിവായിരിക്കും അന്നേരം. ചിലപ്പോൾ ആ കുട്ടി വേറൊരു സ്കൂളിലേക്ക് പോയി കഴിയുമ്പോൾ ആ കുട്ടിയുടെ യഥാർത്ഥ കഴിവുകൾ കണ്ടെത്തി അവിടെ ആ കൊച്ചിനെ അതിൽ നല്ല രീതിയിൽ ആ കൊച്ചിനെ നാളെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെതായ ടാലന്റ് കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ സാധിക്കും. പല കുട്ടികളും വലിയ വലിയ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ട് മനസ്സിലാകാതെ വന്നിട്ട് ചെറിയ സ്കൂളുകളിലൊക്കെ പോയി കഴിയുമ്പോൾ അവർക്ക് മനസ്സമാധാനവും അവരുടെ ശരീരവും മനസ്സും റിലാക്സ് ചെയ്യും. അതുവഴി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ബുദ്ധി വികസിക്കുകയും അവരുടെ മനസ്സിന് സമാധാനം കിട്ടി അവർ പഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മാനസിക സമ്മർദ്ദത്തിൽ അടിമപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക.